വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. 10,000 കോടി ചിലവ് വരുന്ന നിർമ്മാണം 2028 പൂർണ്ണമാകുമെന്നാണ് പ്രതീക്ഷ. അതോടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശേഷി 5 ഇരട്ടിയായി മാറും. ഉദ്ഘാടന ചടങ്ങിൽ കൂടുതൽ നിക്ഷേപവും അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചേക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തുറമുഖ വകുപ്പ് മന്ത്രി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ചടങ്ങിൽ അദാനി ഗ്രൂപ്പ് MD കരൺ അദാനി, സംസ്ഥാന മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് തുടങ്ങി പ്രമുഖർ പങ്കെടുക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാക്കാനുള്ള ലക്ഷ്യവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണമാണ് ആരംഭിക്കുന്നത്. 2, 3, 4 ഘട്ട വികസനത്തിനുള്ള കുതിപ്പ് വിഴിഞ്ഞത്ത് തുടങ്ങുകയാണ്. 3 കിലോമീറ്റർ പുലിമൂട്ട് 4 കിലോമീറ്ററിലേക്ക് നീട്ടും. നിലവിലെ 800 മീറ്റർ ബെർത്ത് 2000 മീറ്റർ ആക്കും. 32-ൽ നിന്നും 100-ലേക്ക് ക്രെയിനുകളുടെ എണ്ണം ഉയർത്തും. 2028 വിഴിഞ്ഞത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും. അതോടെ വിഴിഞ്ഞത്ത് ഒരേ സമയം 4 കൂറ്റൻ മദർഷിപ്പുകൾക്ക് ബെർത്ത് ചെയ്യാനാകും. രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ തുറമുഖത്ത് കണ്ടെയ്നറുകൾ എത്തിക്കാനും കയറ്റുമതി ചെയ്യാനുമാകും. റോഡ് മാർഗമുള്ള കണ്ടെയ്നർ നീക്കവും സാധ്യമാകും. ക്രൂസ് ടെർമിനൽ കൂടി വരുന്നതോടെ വൻകിട യാത്രാ കപ്പലുകൾക്കും വിഴിഞ്ഞത്തടുക്കാം. ലിക്വിഡ് നൈട്രജൻ പൂർത്തിയാകുന്നതോടെ വൻ കപ്പലുകളുടെ ദീർഘദൂര യാത്രക്കിടയിൽ ഇന്ധനം നിറയ്ക്കാനെത്താം. ഇത് സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം കൃത്യമായി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ടെയ്നർ യാർഡ് വികസിക്കുന്നതോടുകൂടി ഒരേ സമയം യാർഡിൽ സൂക്ഷിക്കാവുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം ഏതാണ്ട് 35,000-ൽ നിന്ന് 1,00,000-മായി വരും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. അതും നമുക്ക് ഏറ്റവും വലിയ രൂപത്തിൽ കിട്ടുന്ന ഒരു സൗകര്യമാണ്. അപ്പോൾ ആകെ ക്രെയിനുകളുടെ എണ്ണം 100 ആവും. ഇതിൽ 30 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും 70 യാർഡ് ക്രെയിനുകളും ഉണ്ടാവും. 800 മീറ്റർ ബെർത്ത് എന്നത് 2 കിലോമീറ്റർ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ 4 മദർഷിപ്പിന് വിഴിഞ്ഞത്തടുപ്പിച്ച് ചരക്ക് ഗതാഗതം പൂർണ്ണമാക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. മാസത്തിൽ 50-ലധികം കപ്പലുകളാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് ബെർത്ത് ചെയ്യുന്നത്. 10 മാസത്തിനിടെ 10 ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു. അടുത്ത ഘട്ടങ്ങൾ കൂടി പൂർത്തിയായാൽ വിഴിഞ്ഞത്ത് 50 ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ പ്രതിവർഷം കൈകാര്യം ചെയ്യാനാകും. അതായത് 5 ഇരട്ടി ശേഷി. മുൻ കരാർ പ്രകാരം 2045-ലായിരുന്നു 4-ാം ഘട്ട നിർമ്മാണം പൂർത്തിയാകേണ്ടിയിരുന്നത്. പുതുക്കിയ കരാർ പ്രകാരം 15 വർഷം മുൻപേ വിഴിഞ്ഞം പൂർണ്ണമായി സജ്ജമാകും. ജനം, തിരുവനന്തപുരം.